ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി ചെല്ലുന്നത് കുറച്ചൊന്ന് റിസ്ക്കാണ്. ഓക്കെ, ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെളിച്ചം വരുമ്പില്ല, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പിന്നെ പറഞ്ഞത് കണക്ക് ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. വന്യമൃഗങ്ങളൊക്കെ നല്ല രീതിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എത്രയായിട്ടാ? Look how beautiful it is. So hello everyone, welcome back to my channel. So എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ഒരു റൂട്ടാണ്. ഞാൻ പോകുന്ന റൂട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോർ ഫൺ. സോ ഒരു KSRTC വരുന്നുണ്ട്. പോയി. അപ്പോൾ ഞാൻ പോകുന്ന റോഡാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എല്ലാവരും ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ ഒരു ചെറിയൊരു റൈഡ് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. ഈ ഒരു റൂട്ട് എനിക്ക് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള, എന്നെ വളരെയധികം കാമാക്കുന്നൊരു റൂട്ടാണ്. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ മൈൻഡൊന്ന് ഓക്കെ അല്ല, ഒന്നൊരു സാഡ്നെസ്സൊക്കെ കൂടി ചേർന്നൊരു ടൈമൊക്കെ ആണെങ്കിൽ, ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ടൈമിലാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഞാൻ പോകുന്ന റൂട്ടിലൊന്നാണ്, കുറേയധികം റോഡുകളിൽ പോകും ഞാൻ. അതിലൊന്നാണിത്. പെട്ടെന്ന് തന്നെ, വളരെയധികം പെട്ടെന്ന് തന്നെ ഈ ഒരു റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ മൈൻഡ് ഏകദേശം എനിക്കൊന്ന് കാമാകും. സോ ലെറ്റ്സ് ഗോ. പിന്നെ വേറെന്ന് വെച്ചാൽ, നിങ്ങൾ ചാനലിലേക്ക് പുതിയ ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇനിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇനിയും കുറേയധികം വീഡിയോസ് നമ്മൾ ഞാൻ പറഞ്ഞത് കണക്ക്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ട്രിപ്പ് പോകും. സോ ഇത് അതിലൊന്നായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ ഡെസ്റ്റിനേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു, കുറച്ച് നേരം ഇരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വരുന്നു. മെയിനായിട്ട് ഹൈലൈറ്റ് ഈ റോഡ് തന്നെയാണ്, ഈ റൂട്ടും. റിയലി കാമിങ്. എന്താ പറയുക, ചുറ്റും രണ്ട് സൈഡും മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ തണുപ്പാണ് കേട്ടോ. നമ്മൾ നോർമൽ റോഡുകളിൽ ഓടിക്കുന്ന കണക്കല്ല, ഏറെക്കുറെ ഫുള്ളും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സുഖത്തിൽ പോവാം. പിന്നെ ടൈം ഇപ്പം നിങ്ങൾ നോക്കണ്ട. വീഡിയോയിൽ ഇത് എത്രത്തോളം ഈ ഒരു ക്ലൈമറ്റ് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നട്ടുച്ചയാണ്, 12:56, 1 മണിയായി. അപ്പോൾ നിങ്ങളിത് നോക്കണ്ടേ? ഞാൻ നോക്കട്ടെ. ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ടൈമിൽ വന്ന് എടുക്കേണ്ടി വരും. ബട്ട് ഇത് ഞാനെപ്പോൾ പോയി കഴിഞ്ഞാലും ആ ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഇന്ന ടൈമൊന്നുമില്ല. സോ നമുക്ക് പോയി നോക്കാം, എങ്ങനെ ആവുമെന്ന് നോക്കാം നമുക്ക്. ഇതിൽ കൂടെ എയർ കിടക്കുന്നുണ്ട്, ഇടയ്ക്ക് നോക്കുന്നു ഞാൻ. ഇതിൽ കൂടെ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്ന പോലെ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എപ്പോൾ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സാഡ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ടൈമിൽ ഞാൻ ഏറ്റവും അധികം ചെയ്യുന്നൊരു കാര്യം ബൈക്ക് റൈഡിങ് തന്നെയാണ്. ഞാൻ വളരെയധികം ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്, അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എന്താ പറയുക, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളും ഇടയ്ക്ക് ഒരു കുറച്ച് ഇങ്ങനെ കുത്തല പോലൊക്കെ വരും. ഓക്കെ, വണ്ടിക്ക് കുത്തല വരുന്ന പോലെ മിസ്സിങ് വരുന്ന കണക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ടോ, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് തണുത്ത വെള്ളം മേടിക്കണം കുടിക്കാൻ. ഇതുപോലെ 2 കോർണറൊക്കെ എടുത്തു കഴിഞ്ഞ്
ഞാൻ ഹാപ്പിയാവും ഗൈസ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഒരു നല്ല ഇൻട്രോവേർട്ടാണ്. അധികം സംസാരിക്കാനോ വലിയ ക്രൗഡ് വലിയ താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ. സോ എൻ്റെ ആൾമോസ്റ്റ് എവറി റൈഡ്സ് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ആരെങ്കിലും നല്ല എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ റൈഡ് അങ്ങനെ പോകും. അല്ലാതെ ഞാൻ വലിയ ഗ്രൂപ്പിൽ അങ്ങനെ റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇവിടെ ഒരു ഷോപ്പുണ്ട്, തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് മേടിക്കാം. ചേട്ടാ 2 വെള്ളം തരുമോ? സോ ഗൈസ്, നമ്മളവിടെ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കാൻ. ഒരു ഫ്രൂട്ടിയും ഒരു കുപ്പി വെള്ളവും, തണുത്ത വെള്ളവും. അവിടെ ചെന്ന് ഒന്ന് മുഖമൊന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവാമല്ലോ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളിങ്ങനെ എന്താ പറയുക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, വല്ലാണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റൈഡൊക്കെ പോകാറുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് പറയണം, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ. ഞാൻ പോകുന്ന ഒരു റൂട്ടുകളിൽ ഒന്നാണിത്. കുറേയധികം റൂട്ടുകളുണ്ട് പോകുന്നത്. നമുക്ക് ഓരോന്നിനായിട്ട് ഇങ്ങനെ പോവാം. പുറകെ ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്, ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അടിപൊളിയല്ലേ ഗൈസ്? അടിപൊളി വ്യൂ അല്ലേ? നമ്മുടെ സ്ഥലം ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി പോകാണ്ട്. ആ എസ് വളവ് എടുത്തപ്പോഴത്തേക്കും എന്ത് സുഖം. കോർണറിങ് എടുക്കുമ്പോഴത്തേക്ക് എന്തൊരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയോ ഗൈസ്. ലീൻ ചെയ്തെടുത്ത് പിള്ളേര് കവറുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഉണ്ടോ? എത്ര വില? ആ, എനിക്ക് ഓരോന്ന് വെച്ചിട്ടെടുത്തോ. ആ, എല്ലാം ഓരോന്ന് വെച്ചിട്ട്. പഴുത്ത മാങ്ങ വേണ്ടടാ. എന്താ ഉണ്ണിമാങ്ങിയ? അത് ഉണ്ണിമാങ്ങിയാ? അതിന് Aman.
നാളെ ഇവരിലായിരിക്കും വലിയ അമ്പാനില്ലായി കേട്ടാ. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. എത്രയായിട്ടാ? 40 മതിയടാ. അത് മതി, അത് മതി. ഓ അത് മതി. താങ്ക് യു കേട്ടോ. ഗൈസ്, പിള്ളേർ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ എടുത്ത ടൈമിലും ഇതേപോലെ പിള്ളേർ ഇതാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകുന്ന തിരക്കിൽ എനിക്ക് അവരുടെ അടുത്ത് നിന്നും മേടിക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ അത് എന്താ പറയുക, നന്നായിട്ട് പഠിച്ചിട്ട് വന്നതായിരുന്നു. നികത്തിയിരിക്കുന്നു. പിള്ളേരുടെ അടുത്ത് സാധനം മേടിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗൈസ്, നട്ടുച്ചയായിട്ട് എന്ത് തണുപ്പാണെന്നറിയോ ഇവിടെ. നല്ല തണുത്ത കാറ്റടിക്കുന്നു. ഇത് ടൗണിലൊക്കെ ആണെങ്കിൽ എന്ത് ചൂടായിരിക്കുന്നറിയോ. വേർത്ത് കുടിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തേക്ക്? ഓ, look at this. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞാനൊന്ന് സൈഡാക്കട്ടെ, എനിക്കൊന്ന് ഫോണിൽ മ്യൂസിക് വെക്കണമെന്നുണ്ട്. ഫോണെടുത്ത് മ്യൂസിക് പ്ലേ ചെയ്യട്ടോ. നമുക്ക് നേരെ പോകട്ടോ. റേഞ്ചില്ല ഗൈസ്, ചെറിയ രീതിയിലുള്ള ലോഡാകുമ്പോൾ പ്ലേ ആയിക്കോളും. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ലോട്ടും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ റൂട്ട് മ്യൂസിക് വന്നിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ റൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ഇത് നിങ്ങൾക്ക് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാൻ പിന്നെ പറഞ്ഞത് കണക്ക് ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. വന്യമൃഗങ്ങളൊക്കെ നല്ല രീതിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചൊരു അവയർനെസ് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും വളരെയധികം വാണ്ടായിരിക്കണം നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ പോയില്ലേ, ഞാൻ അതുപോലെ വെയിറ്റ് ചെയ്യായിരുന്നു. ഏതെങ്കിലും ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പോരായിരുന്നു. ഇപ്പോൾ ഒരാളുണ്ടാവുമല്ലോ എപ്പോഴും, നമ്മുടെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. ഒട്ടും ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി ചെല്ലുന്നത്
കുറച്ചൊന്ന് റിസ്ക് ആണ്. ഓക്കെ, നോക്ക് ഗൈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓ മാൻ, damn bro, look at this. ഇതിൽ അവിടെ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആനയുണ്ടെന്ന്. ഓ, സ്പെഷ്യൽ ഫീലിംഗ് ഗൈസ്. നോക്ക് ആ റൂട്ട് നോക്ക്. Damn. കോർണർ എടുത്ത് കണ്ടോ ഗൈസ്. ഓ മാൻ ഗൈസ്, ഞാൻ ND ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്രത്തോളം ഡാർക്കായി പോവോ എന്തോ. കണ്ടോ മങ്കി ചേട്ടന്മാർ എല്ലാ റോട്ടിലിരുന്നിട്ടാ റെസ്ലിംഗ് ഒക്കെ. Look how beautiful it is. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെളിച്ചം വരുമ്പില്ല, നല്ല ഭംഗിയാണ് കാണാൻ. എന്തോ വല്ലാത്തൊരു സ്പെഷ്യൽ ഫീലിംഗാണ്. നോക്ക് ഗൈസ്, damn. ഇതിലല്ല ഗൈസ്, ഇതിൽ ഒരു വട്ടം പോയി തിരിച്ചു വന്നാൽ മതി. അപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടായിരുന്ന അത്രയും വിഷമങ്ങളെല്ലാം മെൽറ്റായി പോയ കണക്കാണ്. I'm so happy, calm, everything feels okay. പിന്നെ പറയുക റീചാർജായി വന്ന ആൾക്കാരിക്കും ഇതിൽ പോയി തിരിച്ചു വരുമ്പോൾ. ഇവിടെയാണ് അധികമായിട്ട് വലിയ മൃഗങ്ങളൊക്കെ, ആനയും ഇതൊക്കെ കാണുന്നത് കേട്ടോ. വലുതൊന്നും വരാണ്ടിരിക്കട്ടെ, പുലിയും കടുവയൊന്നും അതിനെ കൂടി കുറവേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലോ ഗൈസ് കാണാൻ.
നല്ല തണുത്ത കാറ്റ് ഗൈസ്. ഇവിടെ വെയിറ്റ് ചെയ്യും ഗൈസ്. ഇവിടെ നിൽക്കുക. ഞാൻ സാധാരണ താഴെയാണ് പോയിട്ട് കുറച്ചും കൂടെ അവിടെ പോയിട്ടാണ് നിൽക്കൽ. അവിടെ പോയിട്ട് ഇരിക്കും കുറച്ച് നേരം. ഇപ്പം അവിടെ മെറ്റലൊക്കെ മെറ്റലും മണലും ഇതൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് അയ്യോ അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. ഊഫ്. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ, വെള്ളമൊക്കെ കുടിക്കട്ടെ, എന്നിട്ട് തിരിച്ചു പോവാം.